ഇടങ്ങളാരെങ്കിലും തജിക്കിസ്ഥാനിലെ ഒരു വീഡിയോ കണ്ടോ? ഞാൻ തജിക്കിസ്ഥാനിലൊരു വീഡിയോ കണ്ടതിന് ശേഷം അവിടുത്തെ ഒരു ട്രഡീഷണൽ ഡിഷ് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇത് ടിഫിനായിട്ടും ലഞ്ചായിട്ടൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കി. അടിപൊളിയായിരുന്നു കേട്ടോ. വിചാരിച്ച പോലെ നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് മാത്രം മതി, അധികം ഒന്നും വേണ്ട. നല്ല ഫ്ലേവറായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് തജിക്കിസ്ഥാനിലെ ട്രഡീഷണൽ ഡിഷായിട്ടുള്ള പുലാവ് ടൈപ്പ് വരുന്ന ബീഫോ ചിക്കനൊക്കെ വെച്ച് തയ്യാറാക്കുന്ന ഒരു ഓഷാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. ചിക്കനല്ല, ഞാനിവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് കാരണം ഒരു 3-4-5 വിസിൽ വരെയൊക്കെ വേവിച്ചെടുത്തതിൻ്റെ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് മിക്സാക്കിയിട്ട് ഇതാ നമ്മൾ തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബീഫ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ ചിക്കനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇത് അതുപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അതാ പറഞ്ഞത്, അധികം മസാല കൂട്ടൊന്നുമില്ല, വെറും ഉപ്പും കുരുമുളക് പൊടിയും മാത്രം മതി കേട്ടോ. അപ്പോൾ അത് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ, വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനത് ഫുള്ളായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതേ ഓയിലിലേക്ക് തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ജീരകത്തിൻ്റെ ഫ്ലേവർ ഈ റൈസിലും ഒക്കെ നന്നായിട്ടുണ്ടാവും കേട്ടോ. അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. നന്നായിട്ട് വാടി കിട്ടുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മസാല ആയിട്ട് വേണ്ടത് ഉള്ളിയും ക്യാരറ്റും മാത്രമാണ് കേട്ടോ. ക്യാരറ്റ് കുറച്ച് അധികമായിട്ട് വേണം. നീളത്തിൽ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. നീളത്തിൽ കനം കുറച്ചിട്ട് അരിയുക ചെയ്യുക. ക്യാരറ്റ് നമ്മുടെ 2 വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് ക്യാരറ്റ് നുറുക്കിയത് വേണം കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് അരിയാണല്ലോ. അപ്പോൾ ആ അരി നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഉപ്പുണ്ടോ നോക്കിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അതിലത്തെ വെള്ളം കൂറ്റി കളഞ്ഞിട്ട് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ സാധാ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും ബസ്മതി റൈസാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടാവുക, അല്ല അതാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ അടുത്തില്ലല്ലോ, ഇല്ലാത്ത കാരണം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അടിപൊളിയാണ്, ഏത് റൈസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ അത് ചേർത്ത് എല്ലാം അതൊന്ന് മിക്സാക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ. ഒരു 10 മിനിറ്റിൻ്റെ ശേഷം നമ്മൾ ആ പാത്രം തുറന്ന് നോക്കുമ്പോൾ ഇതാ അടിപൊളിയായിട്ട് റൈസൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം അതുകൂടെ ഒന്ന് പതുക്കെ മിക്സാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ. നമ്മുടെ തജിക്കിസ്ഥാനിലെ ട്രഡീഷണൽ ഡിഷായിട്ടുള്ള ഓഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടോടുക്കാൻ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ആ ജീരകത്തിൻ്റെ ആ ഒരു ഇത് നന്നായിട്ട് ഉണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ്. നല്ല മസാല അധികമിട്ട് വഴറ്റി അങ്ങനെ ഒരു പാടുമില്ല. സിമ്പിളാണ്. നമ്മുടെ ചിക്കൻ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കണത്. ഞാൻ ബീഫുള്ളത് കാരണം ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇതാ ബീഫൊക്കെ കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോലെ ആരൊക്കെ തജിക്കിസ്ഥാനിലെ വീഡിയോ കണ്ടിരിക്കണമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അവിടുത്തെ തജിക്കിസ്ഥാനിലെ വീഡിയോ കണ്ടപ്പോൾ അവിടുത്തെ സ്ഥലം പോലെ തന്നെ മനോഹരമാണ് കേട്ടോ, അവിടുത്തെ ട്രഡീഷണൽ ഡിഷും. അപ്പോൾ ഇതാ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.